Hi dear friends, welcome back to Alex E Academy. ഈ ലെക്ചറിൽ PCCET 302 ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ തേർഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചർ മുതലാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മെയിൻ ടോപ്പിക്കിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രഷർ എന്താണ്, അതുപോലെ പാസ്കൽസ് ലോ, അതിൻ്റെ ഡെറിവേഷൻ, അതിൻ്റെ പ്രൂഫും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. Okay. Fluid pressure. Consider a small area dA in a large mass of fluid. ഇപ്പോൾ ഈ ഒരു ബീക്കറിൽ ഒരു ലാർജ് മാസ് ഓഫ് ഫ്ലൂയിഡ് ലിക്വിഡ് അതിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഒരു എലമെൻ്റ് എടുക്കുക. dA എന്ന് പറയുന്ന ഏരിയ ഉള്ള ഒരു ചെറിയ എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് സ്റ്റേഷനറി, then the force exerted by the surrounding fluid on the area dA will be always perpendicular to the surface dA. അപ്പോൾ ഈ ഫ്ലൂയിഡ് നമ്മൾ സ്റ്റേഷനറി ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ചുറ്റുമുള്ള ഫ്ലൂയിഡ് സർഫസ് കൊണ്ടുണ്ടാകുന്ന അതിൻ്റെ ഫോഴ്സ്, ഈ ഡി എന്ന് പറയുന്ന സ്മോൾ ഏരിയയിൽ അതിൻ്റെ ചുറ്റുമുള്ള ഫ്ലൂയിഡ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്ന ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. Let dF is the force on the area dA in the normal direction. അപ്പോൾ ഈ ഒരു ഡി എന്ന് പറയുന്ന ഏരിയയിൽ നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമുക്ക് ഡി എഫ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ the ratio of dF by dA is known as intensity of pressure. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഡി എഫ് നോർമൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ എലമെൻറ്റിൻ്റെ ഏരിയ ഡി എ, ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അല്ലെങ്കിൽ സിംപ്ലി പ്രഷർ എന്ന് പറയുന്നത്. പ്രഷറിന് നമ്മൾ പി എന്ന് പറയുന്ന നൊട്ടേഷനാണ് കൊടുക്കുന്നത്. പി ഈസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എ. ഇതിപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ പ്രഷർ അറ്റ് എനി പോയിൻറ്റ്, ഏതെങ്കിലും ഒരു പോയിൻറ്റിലുണ്ടാകുന്ന ടോട്ടൽ പ്രഷർ വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് എഫ് ഡിവൈഡഡ് ബൈ എ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പി എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറാണ്, എഫ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഫോഴ്സാണ് ഡിവൈഡഡ് ബൈ ആ ഫോഴ്സ് പ്രഷർ ആക്ട് ചെയ്യുന്ന ഏരിയ, നോർമൽ ഏരിയ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഏരിയനാണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. യൂണിറ്റ്, പ്രഷറിൻ്റെ യൂണിറ്റ് യൂഷ്വലി നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ ന്യൂട്ടൺ പെർ സ്ക്വയറിലും പ്രോബ്ലംസ് സോൾവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ സ്ക്വയറും ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യൂണിറ്റുകൾ, 1 പാസ്കൽ. ത്രൂ ഔട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പാസ്കൽ എന്താണെന്ന് നമുക്ക് അറിയണം. പ്രഷറിൻ്റെ ഒരു യൂണിറ്റാണ് പാസ്കൽ. 1 പാസ്കൽ ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. പാസ്കലിൽ നമ്മൾ പി എ എന്ന് നൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ യൂഷ്വലി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ തരുന്നത് ഫ്ലൂയിഡിൻ്റെ പ്രഷർ 10 പാസ്കലാണ് 100 പാസ്കലാണെന്ന് തരുള്ളൂ. അപ്പോൾ പാസ്കലിൻ്റെ ഈ ഒരു കൺവേർഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. ഇനി കെ പി എ എന്ന് പറഞ്ഞാൽ കിലോ പാസ്കൽ എന്നാണ് അർത്ഥം. കെ പി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ പാസ്കൽ എന്നാണ്. നമുക്കറിയാം കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. പാസ്കൽ എന്ന് വെച്ചാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും ആണ്. ഇനി അടുത്ത എം പി എ എന്ന് പറഞ്ഞാൽ മെഗാ പാസ്കലാണ്. നമുക്കറിയാം മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് ജി പി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിഗാ പാസ്കലാണ്. ജിഗ എന്ന് പറഞ്ഞാൽ 10⁻9 ആണ്. പാസ്കൽ എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അടുത്തൊരു അറിഞ്ഞിരിക്കേണ്ട ടേമാണ് ബാർ. 1 ബാർ എന്ന് പറഞ്ഞാലും പ്രഷറിൻ്റെ യൂണിറ്റാണ്. 1 ബാർ ഇസ് ഈക്വൽ ടു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ 10⁵ പാസ്കൽ എന്നും പറയാം. കാരണം പാസ്കൽ എന്ന് പറയുന്നതാണ് ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ ചിലപ്പോൾ തന്നേക്കുന്നത് പ്രഷർ തന്നേക്കുന്ന 1 ബാറാണ്, അല്ലെ ജിഗാ പാസ്കലാണ്, ഇത്ര മെഗാ പാസ്കലാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ യൂണിറ്റ് അറിയാമെങ്കിൽ മാത്രമേ അതിനെ സോൾവ് ചെയ്യാൻ പറ്റൂ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺവേർഷനാണ് 1 പാസ്കൽ ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ ന്യൂട്ടൺ പെർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻6 വരും. അതങ്ങനെ വരാനുള്ള കാരണം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് ന്യൂട്ടൺ ആയിട്ട് തന്നെ എഴുതാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000, 10⁻³ ആണ്. അത്രയും ആണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻³ സ്ക്വയർ അത്രയും സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്ന ഈ 10⁻6
10⁻³ ദ ഹോൾ സ്ക്വയർ, അപ്പോൾ 10⁻⁶. അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ 1 Nm/m² എന്ന് പറഞ്ഞാൽ 10⁻⁶ Nm² എന്ന് വരുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കലിൽ നിന്ന് Nm/m²ലേക്കും Nm/mm² കൺവേർട്ട് ചെയ്യാനായിട്ട് അറിയണം. ഓക്കെ, അടുത്തത് പാസ്കൽസ് ലോ. നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് പാസ്കൽസ് ലോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് പ്രഷർ ഓർ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ പോയിൻറ്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ പാസ്കൽസ് ലോ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചുമ്മാ പ്രഷർ ഈസ് ഈക്വൽ എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കരുത്. ഇതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് പ്രഷർ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ, ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ പോയിൻറ്റ്, ഒരു പോയിൻ്റാണ്, ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് സ്റ്റാറ്റിക് ആയിരിക്കണം, ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്താൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഏത് ഡയറക്ഷനിലും സെയിം ആയിരിക്കും. അതായത് XYZ ഡയറക്ഷൻ എടുത്താൽ ഏത് ഡയറക്ഷനിലാണെങ്കിലും പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു കൺസെപ്റ്റിൻ്റെ പ്രൂഫാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൺസിഡർ ആൻ ആർബിട്രറി ഫ്ലൂയിഡ് എലമെൻറ്റ് ഓഫ് എ വെഡ്ജ് ഷേപ്പ്. ഇതേപോലെ ABC എന്ന് പറഞ്ഞ ഒരു വെഡ്ജ് ഷേപ്പിലുള്ള ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. അത് റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വെഡ്ജ് ഷേപ്പിലുള്ള ഫ്ലൂയിഡ് എലമെൻറ്റ് അറ്റ് റെസ്റ്റാണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത്. ഈ എലമെൻറ്റിനെ നമുക്ക് ABC എന്ന് നൊട്ടേറ്റ് ചെയ്യാം. ദ ഫ്ലൂയിഡ് എലമെൻറ്റ് ഈസ് വെരി സ്മോൾ ഡയമെൻഷൻ. ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ഡയമെൻഷൻ വെരി സ്മോൾ ആണ്. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫ്ലൂയിഡ് എലമെൻറ്റ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് A മുതൽ C വരെയുള്ള ഡയമെൻഷന് DX എന്നും A മുതൽ B വരെയുള്ള ഡയമെൻഷന് DY എന്നും ഈ BC സൈഡിന് DS എന്നും കൊടുക്കാം. അതിൻ്റെ ഡയമെൻഷൻസ് ആണ് പറയുന്നത്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. AC എന്ന് പറയുന്ന ഈ ഒരു സൈഡിൻ്റെ ഡയമെൻഷൻ DX ആയിട്ട് കൊടുക്കുക, AB എന്ന് പറയുന്ന സൈഡിൻ്റെ ഡയമെൻഷൻ DY ആയിട്ട് കൊടുക്കുക, BC എന്ന് പറയുന്ന ഈ ഒരു ഡയമെൻഷൻ DS ആയിട്ടും കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ 3D ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഇതിൻ്റെ അത് ഇത് X ഡയറക്ഷൻ, ഇത് Y ഡയറക്ഷൻ, ഇത് Z ഡയറക്ഷൻ. ഈ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ലെറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ എലമെൻറ്റ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ പേപ്പർ ഈസ് യൂണിറ്റി. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 2D വെഡ്ജാണ് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇതിനൊരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഇതിന് ഈ ഒരു ഉള്ള വിഡ്ത്ത്, അപ്പോൾ ഈ ഒരു വിഡ്ത്ത് യൂണിറ്റി, അതായത് 1 ആയിട്ടാണ് എടുക്കുന്നത്. ഇത് വളരെ സ്മോൾ ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്കിലേക്കുള്ള ഇതിൻ്റെ വിഡ്ത്തിനെ നമ്മൾ 1 ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലെറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ എലമെൻറ്റ് പെർപെൻഡിക്കുലർ ദ പ്ലെയിൻ ഓഫ് പേപ്പർ. പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്ന അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ലെറ്റ് PX, PY, PZ are the pressure or intensity of pressure acting on the face AB, BC, AB, AC റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർഡർ ശ്രദ്ധിക്കുക. ABയിൽ ആക്ട് ചെയ്യുന്നത് PX. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് X ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ABയിൽ ആക്ട് ചെയ്യുന്നതിനെ PX ആയിട്ട് പറഞ്ഞത്. ഇനി ACയിൽ ആക്ട് ചെയ്യുന്നത് PY ആണ്, അതായത് Y ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതിനെ PY ആയിട്ട് കൊടുത്തു. ഇനി അടുത്ത BC. ഇപ്പോൾ BC എന്ന് പറഞ്ഞാൽ ഈ മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ഇതിന് PZ. ഇത് Z ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇത് മാറിപ്പോയാൽ പിന്നെ എഴുതുന്ന മുഴുവൻ തിരിഞ്ഞു പോകും. അപ്പോൾ ABയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ PXും ACയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ PYയും BCയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ PZ. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? PX, PY, PZ ഇതെല്ലാം ഈക്വൽ ആണെന്നാണ് പാസ്കൽസ് ലോ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ആംഗിൾ, ഈ ഒരു വെഡ്ജിൻ്റെ ആംഗിൾ ABC എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ തീറ്റയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്ന അസംഷൻസ്. ഓക്കെ, ഇനി ഫോഴ്സസ് ആക്ടിങ്. ഈ ഒരു ചെറിയ വെഡ്ജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ എലമെൻറ്റ് ആർ. ഫസ്റ്റ് വൺ, പ്രഷർ ഫോഴ്സ് നോർമൽ ടു ദ സർഫസ്. അപ്പോൾ ഈ ഓരോ ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ PX ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ്, അതിന് എഫക്ട്സ് ഒന്ന് കൊടുക്കുക. ഇനി ABയിൽ ആക്ട് ചെയ്യുന്ന ACയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അത് PY ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ PY കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് അത് FY ആണ്. ഇനി AB എന്ന് പറയുന്ന സർഫസിൽ ആക്ട് ചെയ്യുന്നത് PX എന്ന് പറയുന്ന ഫോഴ്സാണ്, അതുകൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് FY. ഇനി BCയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ PZ ആണ്, അതുകൊണ്ടുണ്ടാകുന്ന ഫോഴ്സിനെ നമുക്ക് FZ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു എലമെൻ്റ് എടുത്താൽ ഈ എലമെൻറ്റിൻ്റെ ഓരോ സൈഡിലും FX, FY, FZ അങ്ങനെ 3 പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദ പ്രഷർ ഫോഴ്സസ് നോർമൽ ടു ദ സർഫസ്. ഇപ്പോൾ 3 സർഫസ് ഉണ്ട്, 3 സർഫസിന് നോർമലായിട്ടുള്ള ഫോഴ്സുകൾ 3 വരും. ഇത് കൂടാതെ പിന്നെ ഇതിൽ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വെയിറ്റ് ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്ന് ACയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ABയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, BCയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ്. ഇത് കൂടാതെ ഇതിൻ്റെ സെൽഫ് വെയിറ്റ്, അതിനെ ക്യാപിറ്റൽ W എന്ന് കൊടുക്കുക. ഈ 4 ഫോഴ്സാണ് ഈ ഒരു വെഡ്ജ് എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്നത്. നമുക്കിതിനെ ഒന്ന് റിസോൾവ് ചെയ്ത് എഴുതാം.
ഇതാ തന്നേക്കുന്ന പോലെ എ ബി സി എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ബേസിക്കലി പഠിച്ചു പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പ്രഷർ പി എന്ന് തന്നെ കൊടുക്കുക. ഏരിയ നമുക്ക് എന്തെന്ന് എഴുതാം? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് കൊടുക്കുക. അത് ആ ഒരു എലമെൻറ്റിൻ്റെ ലെങ്ത്തും അതിൻ്റെ വിഡ്ത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ എ സി മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? അത് നമുക്ക് എഫ് എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു പി. ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ എ സിയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ പി വൈ ആണ്. ഇൻറ്റു ഇതിൻ്റെ ലെങ്ത്ത് ഡി എക്സ് ആണ്. ഇൻറ്റു ഇതിൻ്റെ ബാക്കിലേക്കുള്ള വിഡ്ത്ത് യൂണിറ്റി ആണെന്ന് നമ്മൾ അസംഷനിൽ പറഞ്ഞു. ഓക്കെ, ഇതെടുക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഈ എ സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്, ശ്രദ്ധിക്കുക, ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു. ഓക്കെ, അപ്പോൾ എ സിയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ പി വൈ ആണെന്ന് നമ്മൾ അസംഷനിൽ പറഞ്ഞു. ഇനി ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ്. അപ്പോൾ എ സി എലമെൻറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ ഡി എക്സ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു ഇതിൻ്റെ ബാക്കിലേക്കുള്ള വിഡ്ത്ത് യൂണിറ്റി 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദെയർഫോർ ഈ ഒരു എ സി എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ പി വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു 1. സിമിലർലി ഇവിടെ ആക്ട് ചെയ്യുന്നത് എ ബിയിൽ ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഇതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ പി എക്സ് ആണ്. ഈ മെമ്പറിൻ്റെ ലെങ്ത്ത് ഡി വൈ ആണ്. ബാക്കിലേക്കുള്ളതിൻ്റെ വിഡ്ത്ത് യൂണിറ്റി 1 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ബി സി മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ പി ഇസഡ് ആണ്. ഈ മെമ്പറിൻ്റെ ലെങ്ത്ത് ഡി എസ് ആണ്. ഇതിൻ്റെ വിഡ്ത്ത് 1 ആണ്. അപ്പോൾ അങ്ങനെ 3 ഫോഴ്സസ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇത് കൂടാതെ ഇതിൻ്റെ സെൽഫ് വെയിറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിനി എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫേസ് എ ബി എന്ന് പറയുന്ന ഫേസ് എ ബി ഫേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതാണ്. പി എക്സ് ഡി വൈ ഇൻറ്റു 1. പി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു 1. അടുത്തത് ഫോഴ്സസ് ആക്ടിങ് ഇൻ എ സി എന്ന് പറയുന്ന സൈഡ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതാണ്. പി വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു 1. അടുത്ത ഫോഴ്സ് ആക്ടിങ് ഓൺ ബി സി. ഇതാ ബി സി എന്ന് പറയുന്ന ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പി സെറ്റ് ഡി എസ് ഇൻറ്റു 1. ഓക്കെ, ഇനി ഫൈനലി വെയിറ്റ് ഓഫ് ദി എലമെൻറ്റ് ഡബ്ല്യു എന്ന് കൊടുക്കുക. നമുക്കറിയാം വെയിറ്റ് ഇസ് ഈക്വൽ ടു എം എ. ഇനി എം ഇൻറ്റു എ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിലൊക്കെ പഠിച്ചതാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ മാസിനെ എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കൊടുക്കുക. അപ്പോൾ ദെയർഫോർ മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലെങ്കിൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി, ഈ ജീനെ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് ആണ്. ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഇൻറ്റു തിക്നെസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വോളിയത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഏരിയ ഇൻറ്റു വിഡ്ത്ത് എന്ന് എഴുതി, ഡെൻസിറ്റി അതുപോലെ എഴുതി, ജി അതുപോലെ എഴുതി. ഓക്കെ, ഇനി ഏരിയ നോക്കിക്കേ. ഈ വെഡ്ജിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ബി എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു എ ബി അല്ലേ? ഇതായിരിക്കും ഇതിൻ്റെ ഏരിയ. അപ്പോൾ സിമിലർലി നമുക്ക് നോക്കാം. ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു എ സി ഇൻറ്റു വിഡ്ത്ത്. നമ്മൾ ആ ഒരു വെഡ്ജിൻ്റെ വിഡ്ത്ത് 1 ആയിട്ടാണ് എടുത്തത്. ഡെൻസിറ്റി റോയാണ്. ജി തന്നെയായിട്ട് എഴുതി. ഓക്കെ, ഇനി എ ബിയുടെയും എ സിയുടെയും നൊട്ടേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എ ബി എന്ന് പറഞ്ഞാൽ ഡി വൈയും എ സി എന്ന് പറഞ്ഞാൽ ഡി എക്സും ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? ഈ ഒരു എലമെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹാഫ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു വിഡ്ത്ത് 1 ആണ്. ഡെൻസിറ്റി റോ ജി ആയിട്ട് എഴുതി. അപ്പോൾ ഇതാണ് വെയ്റ്റിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്കൊന്ന് റിസോൾവ് ചെയ്യാം. റിസോൾവിങ് ദ ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ, അതായത് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൾ ടു 0. എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് എല്ലാം ഈക്വൾ ടു 0 കൊടുക്കാം. എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? ഇത് എക്സ് ഡയറക്ഷൻ. ഇപ്പോൾ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് വരുന്ന നെഗറ്റീവ്. ഇനി ഇതിനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണ് അല്ലേ? ഇതിനെ ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നത് നോക്കിക്കേ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റയായിരിക്കും, കാരണം അത് 90 ഡിഗ്രിയാണ്. സിമിലർലി ഈ ഒരു 90 ഡിഗ്രി എടുത്താൽ ഇത് 90 മൈനസ് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും. അല്ലെ സിമ്പിളായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇത് തീറ്റയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതും തീറ്റയായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ പി സെറ്റ് ഡി എസ് ഇൻറ്റു 1 ഇൻറ്റു
തീറ്റ വന്നേക്കുന്ന സ്ഥലമായതുകൊണ്ട് കോസ് തീറ്റ. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഫോഴ്സ് ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ തീറ്റ എവിടെയാണോ വരുന്നത് അതിൻ്റെ കൂടെ കോസ് തീറ്റ, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതിന് സൈൻ തീറ്റ എന്ന് കൊടുക്കുക. ഇനി ഫോഴ്സിന് റിസോൾവ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതാ എക്സ് ഡയറക്ഷനിൽ റൈറ്റിലേക്ക് പോകുന്ന ഇത് പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് വരുന്ന ഇത് നെഗറ്റീവ്. അപ്പോൾ ഇതിന് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? പി എക്സ് ഡി വൈ മൈനസ് പി സെഡ് ഡി എസ് ഇൻറ്റു 1 ഇൻറ്റു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി. സിമിലർലി ഫോഴ്സ് ഇൻ വൈ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0. ഫോഴ്സ് ഇൻ വൈ ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ എന്തെന്ന് വരും? സിമിലർലി നമുക്ക് വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സിന് റിസോൾവ് ചെയ്യാം. അപ്പോൾ വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഇതാ ഇത് ഡൗൺവേർഡ്. അപ്പോൾ അപ്വേർഡ് ഉള്ളതിനെ പോസിറ്റീവും ഡൗൺവേർഡ് ഉള്ളതിനെ നെഗറ്റീവായിട്ട് കൊടുക്കാം. അപ്പോൾ അപ്വേർഡ് ഉള്ളത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. ഡൗൺവേർഡ് ഉള്ളത് ഇത് നെഗറ്റീവ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിൻ്റെ വെയിറ്റ് അതും ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് ഡബ്ല്യു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇത് പോസിറ്റീവ്. അപ്പോൾ പി വൈ ഡി എക്സ് മൈനസ് ഓഫ് പി സെഡ് ഡി എസ് ഇൻറ്റു സൈൻ തീറ്റ മൈനസ് ഓഫ് പി സെഡ് ഡി എസ് ഇൻറ്റു സൈൻ തീറ്റ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ആക്ച്വലി ഇക്വേഷൻ വരേണ്ടത്. ഇനി ഡബ്ല്യൂയുടെ ടേം ഇതാണ്. ഇനി ഈ ഒരു ടേമിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞത് ഓൾറെഡി ഒരു സ്മോൾ എലമെൻ്റ് ആണ്. ഇനി ആ എലമെൻറ്റിൻ്റെ സൈഡായിട്ട് നമ്മൾ ഡി എക്സ് ഡി വൈ എന്നൊക്കെയാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ഈ ഒരു ടേം ഡബ്ല്യുവിൻ്റെ ടേമിൽ ഡി വൈ ഇൻറ്റു ഡി എക്സ്, അപ്പോൾ ഓൾറെഡി വളരെ ചെറുതായ ടേമാണ് ഡി എക്സും ഡി വൈ. അപ്പോൾ അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് നെഗ്ലിജിബിളി സ്മോൾ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടേമിന് മൊത്തത്തിൽ 0 ആയിട്ട് അസ്യൂം ചെയ്യും. കാരണം ഈ ഒരു സ്മോൾ എലമെൻറ്റ്, ആ എലമെൻറ്റിൻ്റെ സൈഡാണ് ഡി എക്സ് ഡി വൈ ഡി എസ്. അപ്പോൾ ഈ ഓരോ ടേമും വളരെ വളരെ സ്മോളാണ്. ഇനി ആ രണ്ട് ടേമിനെ പിടിച്ച് നമ്മൾ മൾട്ടിപ്ലൈയും കൂടി ചെയ്യുമ്പോൾ എന്തായിരിക്കും? അത് വീണ്ടും വളരെ വളരെ മൈന്യൂട്ടാവും. അപ്പോൾ അതിനെ നമ്മൾ നെഗ്ലിജിബിളി ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല, കാരണം അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ എഴുതണം. എന്നിട്ട് താഴെ എഴുതുക സിൻസ് ഡി എക്സ് ആൻഡ് ഡി വൈ ആർ വെരി വെരി സ്മോൾ ടേം, സിൻസ് വി മൾട്ടിപ്ലൈയിങ് ഡി എക്സ് ആൻഡ് ഡി വൈ the value will be approximately equal to 0. Therefore, the entire term will be considered to be 0. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ടേമിന് ഒഴിവാക്കാം. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇക്വേഷൻ നമ്പർ 1 കിട്ടി. സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 0 ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇനി ഇതിന് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഈ കോസ് തീറ്റ സൈൻ തീറ്റയ്ക്ക് പകരം ഒരു നൊട്ടേഷൻ കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഡി എസ് കോസ് തീറ്റയ്ക്കും ഡി എസ് സൈൻ തീറ്റയ്ക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ എടുത്ത് നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കുക, എ ബി സി. ഓക്കെ, ഇനി എ ബി എന്ന് പറയുന്നതിൻ്റെ സൈഡ് ഡി വൈ, ബി സി എന്ന് പറയുന്നതിൻ്റെ ഡിസ്റ്റൻസ് ഡി എക്സ്, എ ബി എന്ന് പറയുന്നതിൻ്റെ ഡിസ്റ്റൻസ് ഡി എസ്. അപ്പോൾ നമുക്ക് കോസ് തീറ്റ എടുക്കാം. കോസ് തീറ്റ എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഡി വൈ ബൈ ഡി എസ്. ഡി എസിനെ ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? ഡി എസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഡി വൈ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഡി എസ് കോസ് തീറ്റയ്ക്ക് പകരം ഡി വൈ എന്ന് പറയുന്ന ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. സിമിലർലി നമുക്ക് അടുത്ത സൈൻ തീറ്റ എടുക്കാം. സൈൻ തീറ്റ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഡി എക്സ് ബൈ ഡി എസ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി എസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ നമ്പർ 2ലേക്ക് പോവാം. ഇക്വേഷൻ നമ്പർ 2 ഇതിൻ്റെ അത് ഡി എസ് സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കണം? ഈ ഡി എക്സ് എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ എയും ബിയും 1ലും 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ബൈ 1 ആയിട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഡി എസ് കോസ് തീറ്റ എന്ന് പറയുന്നതിന് പകരം ഡി വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് ഇക്വേഷൻ നമ്പർ 1ലാണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ അതുപോലെ എഴുതും. ഈ ഒരു ഡി എസ് കോസ് തീറ്റയ്ക്ക് പകരം ഡി വൈ എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പി എക്സ് ഡി വൈ മൈനസ് പി ഇസെറ്റ് അതുപോലെ തന്നെ എഴുതി. ഇതാ പി ഇസെറ്റ് അതുപോലെ എഴുതി. ഇനി ഡി എസ് കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ ഡി വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഡി വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡി വൈ നമുക്ക് ഒരേ ഇക്വേഷനിലുള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? പി എക്സ് മൈനസ് പി ഇസെറ്റ് ഇസ് ഈക്വൽ ടു 0. ഇനി ഈ പി ഇസെറ്റിന് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? പി എക്സ് ഇസ് ഈക്വൽ ടു പി ഇസെറ്റ് എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എഴുതുക. ഇനി സിമിലർലി നമുക്ക് അടുത്തെടുക്കുമ്പോൾ എന്താണ്? ഡി എസ് കോസ് തീറ്റയ്ക്ക് പകരം ഡി എക്സ് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ൽ ഈ ഡി എസ് കോസ് തീറ്റ എന്നുള്ള ടേമിന് മാറ്റിയിട്ട് എന്ത് കൊടുക്കുക? ഡി എക്സ് എന്ന് കൊടുക്കുക. ബാക്കി ഈ ഇക്വേഷൻ അതുപോലെ എഴുതുക. അപ്പോൾ എന്ത് കിട്ടും? പി വൈ ഡി എക്സ് മൈനസ് പി ഇസെറ്റ് ഡി എക്സ്, ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നേക്കുന്നത്, ഈക്വൽ ടു 0. ഇനി ഇവിടെ നോക്കിക്കേ,
ഒരേ ഇക്വേഷനിൽ ഒരേ ടേം. ഇപ്പോൾ ഡി എക്സ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തുണ്ട്? പി വൈ മൈനസ് പി ഇസെഡ് ഈക്വൽ ടു 0. ഇതിനെങ്ങനെ എഴുതാം? ഇതിന് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ പി വൈ ഇസ് ഈക്വൽ ടു പി ഇസെഡ്. ഇനി എന്ത് ചെയ്യുക? കമ്പയറിങ് ഇക്വേഷൻ നമ്പർ 3 and 4. അപ്പോൾ ഇവിടെ നിന്ന് പി ഇസെഡ് ഇസ് ഈക്വൽ ടു പി എക്സ് ആണെന്ന് എഴുതി. അപ്പോൾ പി എക്സും പി ഇസെഡും സെയിം ആണ്. ഇതിൽ നിന്ന് പി ഇസെഡും പി വൈയും ഈക്വൽ ആണെന്ന് എഴുതി. അപ്പോൾ തമ്മിൽ പറയുമ്പോൾ എന്താണ്? പി എക്സ് ഇസ് ഈക്വൽ ടു പി വൈ ഇസ് ഈക്വൽ ടു പി ഇസെഡ്. ഇത് തന്നെയായിരുന്നു നമ്മൾ പാസ്കൽസ് ലോ ഡിഫൈൻ ചെയ്യുന്നത്. എന്തായിരുന്നു? It states that the pressure or intensity of pressure at a point in a static fluid is equal in all direction. അപ്പോൾ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ലിക്വിഡിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്താൽ, നമ്മൾ ആ ലിക്വിഡിനെയാണ് ഈ ഒരു വെഡ്ജായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ ഇൻ എക്സ് ഡയറക്ഷൻ, പ്രഷർ ഇൻ വൈ ഡയറക്ഷൻ, പ്രഷർ ഇൻ ഇസെഡ് ഡയറക്ഷൻ, ഇതെല്ലാം എന്ത് തന്നെയാണ്? ഈക്വലാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രഷർ എന്താണെന്ന് പറഞ്ഞു, പാസ്കൽസ് ലോയും അതിൻ്റെ ഡെറിവേഷനും പറഞ്ഞു. ഇത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് ഈ പാസ്കൽസ് ലോ ഡിഫൈൻ ചെയ്യാനും പാസ്കൽസ് ലോ ഡിറൈവ് ചെയ്യാനായിട്ടുള്ളത്. ഒരു 5-6 മാർക്കിനൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട് പണ്ട്. അപ്പോൾ നിങ്ങളുടെ 2024 സ്കീമിന് അതൊരു 4 to 5 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നന്നായിട്ട് എഴുതി പഠിക്കുക, കൺഫ്യൂഷൻ വരാതെ ഡിറൈവ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.